കണ്ണേറിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. കണ്ണേറിനെ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. കണ്ണേറിനെ പ്രതിരോധം ചെയ്യണം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്, ഉറപ്പാ, അത് സത്യമാണ്. സിഹർ ഹഖാണ്, അത് സത്യമാണ്. പക്ഷേ സിഹറിനെ ഇങ്ങനെ പേടിച്ചടക്കുക, കണ്ണേറിനെ പേടിച്ച് ഇങ്ങനെ ജീവിക്കുക, ഏത് നേരം പേടിയാണ്. കണ്ണേറ് കൊള്ളോ സിഹർ കൊള്ളോ. പേടിക്കുന്നത് ആരാന്നറിയപ്പോ നിങ്ങൾ പേടിക്കുന്നത് ശൈത്വാനെയാണ്. ആരല്ല? അള്ളാഹുവിനെയല്ല. ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫാ, പിശാചിന്റെ കുതന്ത്രങ്ങൾ വളരെ ദുർബലമാണ്, വളരെ ദുർബലമാണ്. ആരാണ് അദീം? അല്ലാഹു ജല്ല ജലാലുഹു. ഇപ്പൊ പേടിക്കേണ്ടത് ആരെയാ? അല്ലാഹുവിനെയല്ലേ പേടിക്കേണ്ടത്. എന്റെ റബ്ബ് അത് തടുക്കും, എന്റെ റബ്ബ് എനിക്ക് കാവൽ തരും, എന്റെ റബ്ബന്റെ കൂടെയുണ്ടാകും. ഈ ഒരു ബോധം നമ്മുടെ ഖൽബിലില്ല. പേടിക്കുന്നതിന്റെ 90% പേടി ശൈത്താന്മാരെയും 10% അല്ലാഹു കൊടുക്കണുള്ളൂ. അപ്പൊ പിന്നെ അൽ ബഖറ ദിവസം 10 ഓതിയാലും എന്ത് ചെയ്യില്ല, ആ പ്രയാസം മാറി കിട്ടൂല. ഇല്ലേ, 3 ദിവസം തുടർച്ചയായി സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഓതിയാൽ അവിടെ പിശാചിറങ്ങി ഓടുന്ന. പക്ഷെ 30 ദിവസമായിട്ട് ഓതാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിന്റെ അസുഖം മാറിയിട്ടില്ല. എന്തേ കാരണം എന്നറിയോ? നിങ്ങൾ അപ്പോഴൊക്കെ പേടിക്കുക, റബ്ബേ സിഹർ അത് ആര് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ആരാ ഇനി ചെയ്യുമോ എന്നറിയില്ല, അപ്പൊ എനിക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുമെന്നറിയില്ല. പേടി മൊത്തം പിശാചിനെയാണ്, പേടി മൊത്തം കണ്ണേറിനെയാണ്. ആരല്ല? അല്ലാഹുവിനല്ല. റബ്ബേ, സൂറത്തുൽ ബഖറയാണ് ഞാൻ ഓതുന്നത്, നിന്റെ കലാമിലെ ഏറ്റവും ഗൗരവമേറിയ സൂറ, നിന്റെ വചനമാണിത് റബ്ബേ. അലിഫ് ലാം മീം ലാ യഅലമു തഅവീലഹാ ഇല്ലല്ലാഹ്, നിന്റെ മഅന റബ്ബിനെ മാത്രമേ അറിയൂ. ദാലികൽ കിതാബു ലാ റൈബ ഫീ, തുടങ്ങാ അതിന്റെ അവസാന ഭാഗം ആയത്താൻ. രാത്രിയിൽ ആരെങ്കിലും ആമന റസൂൽ ഓതിയാൽ കഫതാ, ഒരു മനുഷ്യന്റെ രാത്രിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആമന റസൂൽ എന്ന 2 ആയത്ത് മതി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പേടി അല്ലാഹുവിനെയാണ്. പടച്ചതമ്പുരാനിന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്റെ കൂടെയുണ്ട്, എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന ബോധം ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതാണ് താക്കോൽ. ഈ താക്കോൽ ഇല്ലാതെ കുറെ ദിക്റിലിട്ട് എന്താ കാര്യം? ഫലം കിട്ടുമോ? ദിക്റിന് കൂലി കിട്ടും, അതിന്റെ ഉദ്ദേശിച്ച ഫലം കിട്ടുമോ? കിട്ടൂല. എന്തേ? അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അദീമായ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നാണ്. യാ അല്ലാഹ്,